friends, welcome back to our Dream for Life YouTube channel. ഇന്നത്തെ വീഡിയോ കുറച്ച് കെട്ടുകൾ പഠിക്കാൻ പോവാണ്. ഇന്ന് കുറച്ച് ആവശ്യമായ നമുക്ക് കൂടുതലും ഉപകാരപ്പെടുന്ന കുറച്ച് കെട്ടുകൾ നമ്മൾ പഠിക്കാൻ പോവാണ്. അതിനുവേണ്ടി ഇവിടെ റോപ്പ് എടുത്തിട്ടുണ്ട്. വലിയ റോപ്പാണ്. നമുക്ക് ഇത്രയും വലിയ റോപ്പിൻ്റെ ആവശ്യമില്ല. എന്നാലും നമ്മൾ ഇത്രയും വലിയ റോപ്പ് എടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ഓരോരോ കെട്ടുകളായിട്ട് പേര് പറഞ്ഞ് പഠിക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കെട്ട് പഠിക്കാൻ പോവാണ്. ഫസ്റ്റ് കെട്ടിൻ്റെ പേര് റീഫ് നോട്ട് എന്നാണ്. ഏകദേശം എല്ലാവർക്കും പരിചിതമായ പേരായിരിക്കും റീഫ് നോട്ട്. ഈ കെട്ട് ഗൈഡ്സിനൊക്കെ പഠിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഈ കയറ് നല്ല നീളമുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടറ്റം എടുക്കുക. രണ്ടറ്റം എടുത്തതിന് ശേഷം ഒരു ഭാഗം ഇങ്ങനെ വെക്കുക. അതിനുശേഷം മറ്റേ അറ്റം അതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് വെച്ച് കൊടുക്കാം. പിന്നെ ഈ നമ്മുടെ വലത് സ്ഥലത്തുള്ള കെട്ട് ചെറുതായിട്ട് ഇതേപോലെ ആക്കാം. ആൻഡ് നമ്മൾ ഫസ്റ്റ് വെച്ച ആ സാധനമില്ലേ, ആ ഒരറ്റാണ് നമ്മളിങ്ങനെ ആക്കേണ്ടത്. എന്നിട്ട് നേരെ തിരിച്ചു ആക്കിയാൽ എന്നിട്ട് മുറുക്കുക. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എത്ര ശക്തിയിൽ വലിച്ചാലും ഇത് അഴിയില്ല കേട്ടോ. ഞാൻ നല്ല ശക്തിയിൽ വലിച്ച് കാണിച്ചു തരാം. ഇതൊരിക്കലും അഴിയില്ല. പിന്നെ ഇത് പാഴ്സൽ ഡെലിവറി അങ്ങനത്തെ പിന്നെ ഓർഡേഴ്സിനൊക്കെ വീണു പോവാതിരിക്കാൻ വേണ്ടി കെട്ടുന്ന കെട്ടാണ് റീഫ് നോട്ട് എന്ന് പറയുന്നത്. ഗൈസ്, അപ്പോൾ അടുത്ത് നമ്മൾ കെട്ടാൻ പോകുന്നത് ഷീറ്റ് ബാൻഡ് എന്ന് പറഞ്ഞൊരു കെട്ടാണ്. അതിന് തൊട്ടിൽ കെട്ടുന്ന പേരുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കെട്ടുന്നത് ഈ രണ്ട് കയറ് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് കണ്ടാലറിയാം, ഒന്ന് വണ്ണം കുറഞ്ഞതും ഒന്ന് വണ്ണം കൂടിയതുമാണ്. ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, വണ്ണം കൂടിയ കയറ് നമുക്ക് ഫസ്റ്റ് എടുത്തിട്ട് ചെറുതായിട്ട് ബെൻഡ് ചെയ്തിട്ട് ഇതേപോലെ ആക്കുക. ഇതേപോലെ പിടിച്ചതിന് ശേഷം ഒരു ചൂണ്ട് വിരലോ ഏതെങ്കിലും ഒരു വിരൽ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ആ ചെറിയ റോപ്പല്ലേ അത് ഇതിൻ്റെ കടത്തിയിടുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു വിരൽ ചുണ്ട് വിരലിനോട് നമ്മളിതാക്കുക. എന്നിട്ട് അടിയിൽ എടുക്കുക. അടിയിൽ കൂടിയാണ് എടുത്തത്. അടിയിൽ കൂടി എടുത്ത് ഈ ഒരു ഹോളില്ലേ അതിലൂടെ കടത്തി വിടുക. എന്നിട്ട് വിരലങ്ങ് എടുത്തിട്ട് ഇത് മുറുക്കി കഴിഞ്ഞാൽ കെട്ടൊക്കെ ആയി. ഇതാണ് ഷീറ്റ് ബാൻഡ് എന്ന് പറയുന്ന കെട്ട്, തൊട്ടിൽ കെട്ട്. ഇത് തുണിയെയും റോപ്പിനെയും ബന്ധിപ്പിക്കാനുള്ളൊരു കെട്ടാണ്. തൊട്ടിലൊക്കെ കെട്ടുമ്പോൾ തുണിയെയും റോപ്പിനെയും ബന്ധിപ്പിക്കാനുള്ളൊരു കെട്ടാണിത്. എന്തായാലും അടുത്ത കെട്ടിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്ത കെട്ടാൻ പോകുന്നതാണ് ക്ലൗച്ച്. ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു കെട്ടാണ് ക്ലൗച്ച് കേട്ടോ. ഇത് നമ്മൾ കെട്ടാൻ വേണ്ടി ഒരു സ്റ്റിക്ക് ആദ്യം എടുക്കാം. സ്റ്റിക്ക് എടുത്തതിന് ശേഷം ഞാനിപ്പോൾ ചെറിയ റോപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലേക്ക്, ഈ ഒരു സ്റ്റിക്കിൻ്റെ മുകളിലേക്ക് ഈ റോപ്പ് വെക്കുക. എന്നിട്ട് അടിയിൽ കൂടിയാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് സൈഡിലൂടെ എടുക്കുക. അപ്പോൾ അതെ ഇങ്ങനെ എക്സ് രൂപത്തിൽ കിട്ടും. ഇനി നമുക്കതേ ഇതിൻ്റെ അടിയിൽ കൂടി എടുക്കാം. അടിയിൽ കൂടി എടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്ത് കൂടി കടത്താം. ഇനി നമുക്ക് നന്നായിട്ട് മുറുക്കി വലിക്കാം കേട്ടോ. മുറുക്കി വലിക്കാം. ഇതാണ് ക്ലൗച്ച് എന്ന് പറയുന്നത്. എത്ര വലിച്ചാലും അഴിയില്ലാത്ത കെട്ടാണിത് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കാൻ സമയമായിരിക്കുന്നു. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വരെ കാണുന്നവരെ ബായ്.